ഹലോ ഗൈസ്, അപ്പം നമ്മളിതേ മാഞ്ചസ്റ്റർ പിക്കാഡിലി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ട്രെയിൻ എടുക്കണം ടു എയർപോർട്ട്, മാഞ്ചസ്റ്റർ എയർപോർട്ടിലേക്ക്. സോ ആസ് യു ക്യാൻ സീ ഇറ്റ്സ് വെരി ക്രൗഡഡ് ടുഡേ. ലെറ്റ്സ് ഗോ. ഇന്ന് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം എന്താണെന്ന് പറയാമോ? ഉരുളാത്ത ബാഗ് എടുത്തു. 4 സൂട്ട്കേസ് ഉണ്ട് എനിക്ക്. അതിനകത്ത് ബാക്കി 3 പ്രശ്നമില്ല, അടിപൊളിയാണ്. ആ 4ാമത്തെ ഞാൻ എടുത്തേക്കണേ. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ അല്ലേ, സമയം വരുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ട്രെയിൻ 1 മണിക്കാണ്. 1 മണിക്കാണ് ട്രെയിൻ. അപ്പോൾ നമുക്കിനി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 12:40 ആയതേ ഉള്ളൂ. എന്നാൽ ഇന്നും മണ്ടത്തെയാണോ ഞാൻ കാണിച്ചത്? This is a safety announcement. Due to today's wet weather, please consider ചില സ്ഥലത്തൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. ഇത് അറിയാത്തവർക്കും കാണാത്തവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ ട്രെയിൻ വന്ന് നമ്മൾ എത്തുന്ന സ്റ്റേഷനാണ്. അറൈവൽ അല്ലെങ്കിൽ ഡിപ്പാർച്ചറിൽ തന്നെയാണ് ട്രെയിൻ എത്തുന്നത്. ഇത് എയർപോർട്ടിനകത്തോട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ട്രാക്കാണ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ അവിടെ നിന്ന് നേരെ ഇതേ ഒരു ലിഫ്റ്റൊക്കെ പിടിച്ചിട്ട് നമ്മുടെ എയർപോർട്ടിനകത്തോട്ട് കയറി. ഇവിടെ എയർപോർട്ടിൽ എനിക്ക് തോന്നുന്നു ചെക്ക് ഇൻ വരെ എല്ലാവർക്കും എൻ്റർ ചെയ്യാമെന്നാണ് എനിക്ക് തോന്നണേ. അങ്ങനെ ഞാൻ നമ്മുടെ എയർപോർട്ടിന് അവിടെ എത്തി ഒന്ന് ഫ്രഷപ്പ് ആയി. വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ഏകദേശം 4 അല്ലെങ്കിൽ ഒരു 5 hours മുന്നേ എയർപോർട്ടിൽ എത്തിയായിരുന്നു കേട്ടോ. ജസ്റ്റ് ടു മേക്ക് മൈ സെൽഫ് റിലാക്സ്ഡ്, അല്ലെങ്കിൽ എനിക്കെല്ലാം കൂടെ ടെൻഷനാവും. എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. അപ്പോൾ നമ്മൾ പോകാനുള്ള പുറപ്പാടിലാണ്. എപ്പോഴൊന്നുമല്ല, ഫ്ലൈറ്റ് കുറേ കഴിഞ്ഞിട്ടാണ്. ഇനിയുണ്ട് 4 hours. ഞാൻ നേരത്തെ വന്നതാണ്. നമ്മുടെ ഡെസ്ക് ഓപ്പൺ ആയിട്ടുണ്ട്. C1 to C10 വരെയാണ് ഡെസ്ക് ഓപ്പൺ ആയിരിക്കുന്നത്. മാഞ്ചസ്റ്റർ എയർപോർട്ടിലാണ് ഇപ്പോൾ ഞാൻ ഉള്ളത്. അപ്പോൾ ഡെസ്റ്റിനേഷൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഓക്കെ, ഡെസ്റ്റിനേഷൻ സീക്രട്ടാണ് കേട്ടോ. എത്തിയിട്ട് പറയാമേ. എത്തിയിട്ട് ഞാൻ എയർപോർട്ട് കാണിക്കാം. അപ്പോൾ നിങ്ങൾ ഏതാ കൺട്രി എന്ന് പറഞ്ഞാൽ മതി. നമ്മളിപ്പോൾ ബാക്ക് ഡ്രോപ്പിൻ്റെ ലൈനിൽ കയറിയപ്പോൾ ഇപ്പോൾ ഇല്ല, നമ്മൾ ബോർഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിയർലി 45 minutes, ഹാഫ് ആൻ അവറും കൂടെ ഉണ്ട് ഇനി ബോർഡിങ്ങിന്. സോ ഹാഫ് ആൻ അവറിൽ ബോർഡിങ് കഴിഞ്ഞാൽ ഈ പെട്ടി എൻ്റെ കയ്യിൽ നിന്ന് പോകും. അപ്പം തന്നെ എനിക്ക് വലിയൊരു സമാധാനമാവും. ഇനി സെക്യൂരിറ്റി ചെക്കാണ് ഗൈസ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞു. നമ്മളതേ നമ്മുടെ ഫേവറേറ്റ് സ്ഥലത്തെത്തി.
കാത്തിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഫൈനലി നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ടായി. അതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. നല്ലൊരു ഫ്ലൈറ്റ് എനിക്ക് അവിടെ ഫോട്ടോ എടുക്കാൻ വെച്ച പോലെ ഇട്ട് വന്നേക്കുന്നു അവർ. അപ്പോൾ ഞാൻ ഫോട്ടോയൊക്കെ എടുത്തു. ഓടിച്ചാടി ഫ്ലൈറ്റിൽ കയറാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ പോവുകയാണ്. ഈ വർഷത്തിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്, എൻ്റെ സെക്കൻഡ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. ആൻഡ് ഐ വാസ് സൂപ്പർ എക്സൈറ്റഡ്. മോർ ഓവർ ആൻ എസ്കേപ്പാണ് ഈ തണുത്ത സമയത്ത് ഇവിടെ നിന്നും ഒരു ചൂടുള്ള സ്ഥലത്തേക്ക്. ഓക്കെ, ദാറ്റ്സ് എ ഹിൻറ്റ് എനിവേ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ കിട്ടുന്ന ഈ ഒരു ഫീലുണ്ടല്ലോ, ലോകത്ത് വേറെ ഒന്നിനും തരാൻ പറ്റാത്തൊരു ഫീലാണ് ആ ഒരു അയൽ പോലത്തെ സ്ഥലത്ത് അവിടെ നിൽക്കുമ്പോൾ ഉള്ളത്. എൻ്റെ അതിഗംഭീരമായിട്ടുള്ള ടേക്ക് ഓഫിന് ശേഷം ഇനി ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നു ലാൻഡിങ്. ഓക്കെ, ഒരു 3 മണിക്കൂർ 3.25 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തു, ഭക്ഷണമൊക്കെ കഴിച്ചു. അതിന് നല്ല ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്ക് നല്ല കുരുട്ടിൽ നമ്മളിത് ലാൻഡിങ്ങിന് റെഡി ആയിരിക്കുന്നു. ഒന്നുമില്ല, ഞാനൊന്നും പറയുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫീലൊക്കെ അനുഭവിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മളുടെ മൈൻഡിനെ റിലാക്സ് ആക്കുന്ന, എക്സൈറ്റ് ആക്കിപ്പിക്കുന്ന, നമ്മളുടെ ലൈഫിൽ നമ്മൾ ഭയങ്കര ഒരു ഉയരത്തിലെത്തിയെന്നുള്ളൊരു ഫീലാണ്. എനിക്കിപ്പോൾ ഏറ്റവും റിഗ്രറ്റ് ചെയ്യുന്നത് എന്താണെന്നറിയാം, എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഞാൻ ഇതുപോലെ വ്ളോഗ് ചെയ്തില്ല എന്നുള്ളതാണ്. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു എന്നെ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ലൈഫിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ആണ് കേട്ടോ. മറ്റുള്ളവരെ കാണിക്കാനും അതിലൊക്കെ ഉപരി നമ്മുടെ സ്വന്തം ജീവിതം നമ്മൾ തന്നെ വീണ്ടും വീണ്ടും എടുത്തു നോക്കാൻ ഏറ്റവും നല്ല വഴിയായത്. It is 10 o'clock at night and I just landed. അങ്ങനെ ഇത് ബാഗേജ് ക്ലെയിം ചെയ്യാനുള്ള വരിയായിരുന്നു. വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. പക്ഷേ എൻ്റെ ബാഗ് എപ്പോഴും ഏറ്റവും ലാസ്റ്റാണ് വരാറത്. എൻ്റെ ബാഡിലൊക്കെ എന്ന് എനിക്കറിയില്ല. ഇതേ നമ്മുടെ എയർപോർട്ട്. അപ്പോൾ എയർപോർട്ട് ഓഫ് മൊറോക്കോ, മറാക്കേഷ് എയർപോർട്ടിലാണ് നമ്മൾ ലാൻഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ പുറകിൽ കാണുന്ന സ്ഥലത്തെന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ കറൻസി എക്സ്ചേഞ്ച് ചെയ്തു കേട്ടോ. കറൻസി എക്സ്ചേഞ്ച് പൗണ്ട്സിൽ നിന്ന് മൊറോക്കൻ ദിറംസിലേക്കാണ് മാറ്റിയത്. ഇവിടെ നിന്നാണ് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാവേ റൂമിൽ ചെന്നിട്ട്. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ. അപ്പോൾ ഇപ്പോഴും ഞാൻ മൊറോക്കോ എയർപോർട്ടിലെത്തി. ഞാൻ സിം കാർഡ് എടുത്തു, കറൻസി എക്സ്ചേഞ്ച് ചെയ്തു, പുറത്തിറങ്ങി. ഇനി ടാക്സി ബുക്ക് ചെയ്യണം. ടാക്സി ബുക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ എയർബിഎൻബിയിലേക്ക് പോകാൻ വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ റൂമിൽ ചെന്നിട്ട് പറയാമേ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എടുത്തത് അവിടുത്തെ തന്നെയുള്ള എയർപോർട്ട് ടാക്സിയാണ് കേട്ടോ. ടാക്സി ഡ്രൈവർ വാസ് സോ ഗുഡ് പേഴ്സൺ. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രിപ്പ് പാക്കേജ് അല്ല കേട്ടോ. എല്ലാം ഞാൻ തന്നെ പ്ലാൻ ചെയ്ത്, ഞാൻ തന്നെ ഈ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുത്തെ ലോക്കൽസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കൂടുതൽ കാണുക കേട്ടോ. അപ്പോൾ ട്രാവലിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള അപ്പാർട്ട്മെൻറ്റിൽ എത്തി. നല്ല ഭംഗിയുള്ള ഒരു നല്ല രസമുള്ള വളരെ വലിയൊരു അപ്പാർട്ട്മെൻറ്റാണ്. ആൻഡ് ഐ വിൽ സേ ഇറ്റ്സ് വെരി ചീപ്പാണത്. കുറച്ച് ദിവസത്തിന് എടുത്തപ്പോൾ തന്നെ എമൗണ്ട് വളരെ കുറവായിരുന്നേ. അപ്പോൾ അങ്ങനെയാണ്. ഞാൻ കാണിച്ചു തരാവേ. ഇതിപ്പോൾ നമ്മൾ നേരെ കയറി വരികയാണ് കേട്ടോ. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഈ കാണുന്ന ഏരിയ ആണ് നമ്മളുടെ ലിവിങ് സ്പേസ് ആണോ എന്താണത് എനിക്കറിയില്ല. ഇത് ടി വി ഒക്കെ ഇരിക്കുന്ന സ്ഥലം. ആൻഡ് ദിസ് ഇസ് ഓൾസോ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഞാനത് ലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബിഗ് വാഷ്റൂമുണ്ട്. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ കിച്ചൺ ഇരിപ്പുണ്ട്. കിച്ചണിലെല്ലാം ഉണ്ട് കേട്ടോ. വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ വൈഫൈ ഉണ്ട്, പക്ഷേ വൈഫൈൻ്റെ ഇത് ഞാൻ ചോദിച്ചിട്ടില്ല. ടി വി ഞാൻ ഓൺ ചെയ്തിട്ടില്ല. പിന്നെ ഇതാണ് ബെഡ്റൂം. നല്ല ഒരു ബിഗ് ബെഡ്റൂമാണ്. ഇതിനാണ് ഇപ്പോൾ ഇത്രയൊക്കെ വലുത് ഓർഡർ ചെയ്ത് ബുക്ക് ചെയ്തതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്നാലും കിട്ടിയപ്പോൾ ഞാൻ കണ്ടെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ നല്ലതായിട്ട് ടയേർഡായി. ബിക്കോസ് ഞാൻ പറയട്ടെ, എൻ്റെ ഒരു ഷിഫ്റ്റിൻ്റെ പാറ്റേൺ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് വാസ് റിയലി ക്രേസി. അതായത് ഐ വാസ് ഓൺ ഷിഫ്റ്റ് ഫോർ ലാസ്റ്റ് 4 days. ഞാൻ ലാസ്റ്റ് 4 days ഞാൻ വർക്കിംഗ് ആയിരുന്നേ.
നൈറ്റ്. ഐ വാസ് ഓഫ് ഓൺ മൺഡേ ആൻഡ് ട്യൂസ്ഡേ. അപ്പോൾ എനിക്ക് ഒരു ഷിഫ്റ്റ് അങ്ങ് സ്വാപ്പ് ചെയ്തുള്ള ഞാൻ റെസ്റ്റ് എടുക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഐ വാസ് നോട്ട് തിങ്കിങ് അബൌട്ട് ദാറ്റ്. ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചതേ ഇല്ല. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്വാപ്പിൻ്റെ കാര്യം ഞാൻ വിട്ടുപോയി. നൈറ്റ് കഴിഞ്ഞ് 8 മണി കഴിഞ്ഞ് ഇറങ്ങി എനിക്ക് തിരികെ വീട്ടിൽ വന്ന് സാധനങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് പാക്ക് ചെയ്ത് കറക്റ്റ് സമയത്ത് ഇങ്ങനെ ഇറങ്ങേണ്ട എല്ലാം കൂടെ വന്നു. സോ ഐ സ്ട്രെസ്ഡ് എ ലോട്ട് ഹോണസ്റ്റ്ലി. അപ്പോൾ എനിക്ക് ഒത്തിരി സ്ട്രെസ് അടിക്കേണ്ടി വന്നു. ബിക്കോസ് വിചാരിച്ച സമയത്ത് എനിക്കെല്ലാം കൂടെ തീർക്കാൻ പറ്റുന്ന കാര്യം എനിക്ക് മാഞ്ചസ്റ്ററിലോട്ട് എനിക്ക് ട്രെയിനായിരുന്നു. ട്രെയിനിന് പോകാൻ റെയിൽ റിപ്ലേസ്മെൻ്റ് ആണ്. റെയിൽ റിപ്ലേസ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ട്രെയിനിന് പോകുന്ന ടൈമിനേക്കാളും മുന്നേ ഇറങ്ങണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു സ്റ്റുപ്പിഡിറ്റി കാണിച്ചു രാവിലെ തന്നെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാഗ്, എനിക്ക് ആക്ച്വലി 4 or 5 സൂട്ട് കേസ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരെണ്ണം, ഈ വീൽസ് റോൾ ആവാത്ത ഒരെണ്ണമാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നേക്കുന്നത്. എന്തിനാന്ന് എനിക്കറിയില്ല. ആൻഡ് എനിക്ക് ഭയങ്കര കൈയൊക്കെ ഭയങ്കര ഏക്കിങ് ആയിരുന്നു. ഇതാവസ്ഥ, ഉറക്കം വരുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ മൊറോക്കൻ ട്രാവൽ വ്ളോഗിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാനിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബിക്കോസ് ഐ എം റിയലി ടയേർഡ്. അപ്പോൾ എനിക്ക് ഐ വോണ്ട് ടു ഗോ ഹാവ് എ ഗുഡ് ഷവർ. എന്നിട്ട് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് കഴിക്കാനാണെങ്കിൽ അതൊന്നും മേടിച്ചിട്ടില്ല. നാളെ രാവിലെ സൂപ്പർ മാർക്കറ്റൊക്കെ ഓപ്പൺ ആകുമ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു ലോക്കൽ ഗ്രോസറി സ്റ്റോർ കണ്ടുപിടിച്ചിട്ട് പോയിട്ട് കഴിക്കാനുണ്ടെങ്കിൽ മേടിക്കണം. അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ ബാഗ് അൺബോക്സ് ചെയ്യണം, എന്നാലേ എനിക്ക് എൻ്റെ സാധനം എടുക്കാൻ പറ്റുള്ളൂ, നൈറ്റ് ഡ്രസ്സൊക്കെ. അപ്പോൾ ആൻഡ് ഐ എം റിയലി ടയേർഡ്. സോ ഐ എം സൂപ്പർ എക്സോസ്റ്റഡ്. അപ്പോൾ ഈ വ്ളോഗ് ജസ്റ്റ് എ ബിഗിനിങ് ഓഫ് മൈ ജേർണി. അപ്പോൾ ഈ ട്രാവൽ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വിശേഷങ്ങൾ പാർട്ട് 1 പാർട്ട് 2 ഒക്കെ ആയിട്ട് ഞാനിടാം. ഓക്കെ, ബൈ.